കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 4ാം പതിപ്പിൻ്റെ ഭാഗമായിട്ട് ബാട്ടർ പബ്ലിഷിംഗ്, ഉദുപ്സ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഉദിപ്സ് ബുക്സ് എന്നിവർ ചേർന്ന് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമുക്ക് ഏറെ പ്രിയങ്കരനും കാട്ടാക്കട MLA-യുമായ ബഹുമാനപ്പെട്ട ശ്രീ IB സതീഷ് MLA അവർകളെ ഏറെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന രണ്ടാമത്തെ അതിഥി പ്രശസ്ത നിരൂപകനും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെയായ തിരുവനന്തപുരത്ത് വളരെ സുപരിചിതനായ ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകങ്ങളുടെ രചയിതാക്കളാണ് നമ്മോടൊപ്പം ഇവിടെ ഈ വേദി പങ്കിടുന്നത്. ഒന്നാമത്തേതായി പ്രണയം ഒരു സാന്ത്വനം എന്ന നോവലിൻ്റെ എഴുത്തുകാരിയായിട്ടുള്ള ശ്രീമതി ഗിരിജാദേവിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടലാസ് തോണിയും കൂട്ടുകാരും എന്ന ബാലസാഹിത്യ രചനയുടെ എഴുത്തുകാരിയായ ഊർമി രാമനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആത്മായനത്തിൻ്റെ താളുകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവായ JR ജ്യോതിലക്ഷ്മിയെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രുതിഗീതങ്ങൾ എന്ന ഗാന സമാഹാരത്തിൻ്റെ രചയിതാവായ ശ്രീ മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരിയെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഉദിപ്സ് ബുക്സിൻ്റെ പ്രസാധകയും ഉദിപ്സ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ പ്രതിനിധിയുമായ ഡയറക്ടറുമായ ശ്രീമതി മിനി ഉദിപ്പിനെയും സ്വാഗതം ചെയ്യുന്നു. 4 പുസ്തകങ്ങളുടെ പ്രകാശനം നടത്തുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടം. അതിനുശേഷം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ IB സതീഷ് MLA അവർകൾ നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. തുടർന്ന് സാഹിത്യ നിരൂപകനും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ സംസാരിക്കും. തുടർന്ന് എഴുത്തുകാർ അവരുടെ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭാഷണം വളരെ ചുരുങ്ങിയ വാക്കുകൾ പങ്കുവയ്ക്കുകയും തുടർന്ന് പ്രസാധകയായിട്ടുള്ള മിനി ഉദിപ്പ് നന്ദി പറഞ്ഞുകൊണ്ട് ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ തന്നെ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. ദീർഘമായ ഒരു ആമുഖം ഇതിന് നൽകുന്നില്ല. പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഏവരുടെയും അനുവാദത്തോടുകൂടി പുസ്തക പ്രകാശന ചടങ്ങുകൾ ഓരോന്നായി നടക്കുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട IB സതീഷ് MLA അവർകൾ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആദ്യം പ്രകാശനം ചെയ്യുന്ന പുസ്തകം ഗിരിജാദേവിയുടെ പ്രണയം ഒരു സാന്ത്വനം എന്ന നോവലാണ്. ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനെ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്ത പുസ്തകത്തിൻ്റെ പ്രകാശനം ഊർമി രാമൻ്റെ കടലാസ് തോണിയും കൂട്ടുകാരും എന്ന പുസ്തകമാണ് അടുത്തായിട്ട് പ്രകാശനം ചെയ്യുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട MLA IB സതീഷ് സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത പുസ്തകം JR ജ്യോതിലക്ഷ്മിയുടെ ആത്മായനത്തിൻ്റെ താളുകൾ എന്ന പുസ്തകമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി IB സതീഷ് MLA അവർകളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു പുസ്തകം കൂടിയുണ്ട്. അടുത്ത പുസ്തകം മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരിയുടെ ശ്രുതിഗീതങ്ങൾ എന്ന ഗാനസമാഹാരമാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി IB സതീഷ് MLA അവർകൾ സാറിനെയും ഏറ്റുവാങ്ങുന്നതിനായി കാര്യവട്ടം ശ്രീകണ്ഠൻ സാറിനെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
നന്ദി. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട IB സതീഷ് MLA സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കേരള നിയമസഭ പുസ്തക കുതികളുടെ ഉത്സവ നഗരിയായി ഇന്നു മുതൽ മാറുകയാണ്. ഇന്ത്യയിലെ മറ്റൊരു നിയമസഭയ്ക്കും കഴിയാത്ത തരത്തിൽ അസൂയാവഹമായ ഒരു പ്രവർത്തനമാണ് കേരള നിയമസഭ കഴിഞ്ഞ 4 വർഷങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്. ഒരക്ഷര നഗരിയായി നിയമസഭ മാറിയിരിക്കുന്നു. കേരളത്തിലെ അക്ഷര കുതുകികൾക്കെല്ലാം കടന്നു വരാൻ യാതൊരു പ്രോട്ടോക്കോളിൻ്റെയും തടസ്സമില്ലാതെ കടന്നു വരാൻ കഴിയുന്ന ഈ പുസ്തകോത്സവത്തിൽ ഇന്നത്തെ ഈ പ്രകാശന ചടങ്ങിൽ അതിഥിയാകാൻ ആകസ്മികമായിട്ടാണ് ഭാഗ്യം ലഭിച്ചത്. ഇവിടെ ശ്രീമതി ഗിരിജാദേവിയുടെ പ്രണയം ഒരു സാന്ത്വനം എന്ന പുസ്തകം പ്രകാശനം ചെയ്യേണ്ടിയിരുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള, മുൻ MP കൂടിയായിട്ടുള്ള ശ്രീ K. സുരേഷ് കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ അസൗകര്യമാണ് എനിക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നതിനിടയാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ശ്രീമതി ഗിരിജാദേവിയുടെ പ്രണയം ഒരു സാന്ത്വനം എന്ന നോവൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നോവലിസ്റ്റിൻ്റെ 3ാമത്തെ സൃഷ്ടിയാണ് ഇത് എന്നാണ് എന്നോട് സുരേഷ് കുറുപ്പ് പറഞ്ഞത്. ഈ പ്രണയം ഒരു സാന്ത്വനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാതെ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിച്ച് ഈ പ്രകാശന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. നന്ദി സാർ. 2 വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട കാര്യവട്ടം ശ്രീകണ്ഠൻ സാറിനെ ക്ഷണിക്കുന്നു. ദീർഘമായി ഒന്നുമില്ല, കാരണം പുസ്തകങ്ങൾ എല്ലാം ഇപ്പോഴാണ് കാണുന്നത്. ബഹുമാന്യനായ IB സതീഷ് MLA എനിക്ക് ചിരകാല പരിചിതനായ, എന്നെ ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും സൗഹാർദ്ദം കൈമാറുകയും ചെയ്യുന്ന ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ IB സതീഷ് അവർകൾ എന്നെ ഈ പരിപാടിക്ക് ആത്മാർത്ഥമായും ഒത്തിരി നാളായി തന്നെ ക്ഷണിച്ച കഥാകൃത്തും നോവലിസ്റ്റും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കൃതികൾ രചിച്ചിട്ടുള്ള മിനി ഉദുപ്പ്, അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസാധനത്തിൻ്റെ. പ്രിയപ്പെട്ട മനോജ്, കൂടാതെ ഗിരിജാദേവി, ഊർമിരാം, JR ജ്യോതിലക്ഷ്മി, മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരി. ഈ മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരി ഞാൻ അവസാനം പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഒത്തിരി എന്നോട് വിശദീകരിക്കുകയുണ്ടായി. ഞാൻ വളരെയധികം ഒരു ഞെട്ടലോടെയാണ് അതെല്ലാം കേട്ടത്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിൽ, ഈ കവിതയിലും ഈ പാട്ടിലും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ തന്നെ പ്രതിഫലനങ്ങളിലുണ്ടായിരിക്കും. ആത്മായനത്തിൻ്റെ താളുകൾ JR ജ്യോതിലക്ഷ്മി രചിച്ച ഈ കവിത സമാഹാരമാണ് ഇത്. ഈ കവിതാ സമാഹാരങ്ങൾ തീർച്ചയായും നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഈ സാമൂഹികമായ ദുഃഖങ്ങളുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന, അത് വ്യക്തി ദുഃഖമല്ല, ആ വ്യക്തി ദുഃഖത്തെ സാമൂഹിക ദുഃഖമായി അവതരിപ്പിക്കുമ്പോഴാണ് അത് സൃഷ്ടിയാകുന്നത് എന്നുള്ളത്. അല്ല, എൻ്റെ സങ്കടം മാത്രം പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സാമൂഹികമായ ദുഃഖം അവതരിപ്പിക്കുവാൻ ഊർമിരാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ കവിതകളിലൂടെ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധ്യമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഗിരിജാദേവിയുടെ പ്രണയം ഒരു സാന്ത്വനം എന്ന കൃതിയാണ് അടുത്തതായി. അതിൽ നോവലാണ്. ഈ നോവൽ തീർച്ചയായിട്ടും ഞാൻ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായി. കാരണം വളരെ ചെറിയ ചെറിയ അധ്യായങ്ങളിൽ ഈ നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ കൊച്ചു അനുഭവങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ അനുഭവമായി മാറാറുണ്ട്. അതാണ് ഈ രചന വൈഭവം എന്ന് പറയുന്നത്. കൊച്ചു അനുഭവങ്ങളായിരിക്കാം, പക്ഷേ വായനക്കാരന് അത് ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ജീവിതഘട്ടങ്ങളിലേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിട്ട് അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
പിന്നീട് ഉള്ളത് ഒരു ഡിവോഷണൽ സോങ്സും കവിതയും ഒരുമിച്ച് ചേർന്നാണ് മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരി, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ആമുഖമായി പറഞ്ഞതുകൊണ്ട് ഇതിൽ കവിതകളുമുണ്ട്, അതുപോലെ തന്നെ ഗാനങ്ങളുമുണ്ട്. വളരെ താളബദ്ധമായിട്ടാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും എനിക്കും ചൊല്ലാനും കുട്ടികൾക്ക് ചൊല്ലിക്കേൽപ്പിക്കാനും ഒക്കെ അതിന് സാധ്യമാകും എന്ന് ഞാൻ പറയും. പിന്നെ ജ്യോതിലക്ഷ്മിയുടെ KR ജ്യോതിലക്ഷ്മി ഞാൻ പറഞ്ഞു എല്ലാവരുടെ ആയോ ആരുടെങ്കിലും ഗിരിജാദേവി പറഞ്ഞോ? ഞാൻ മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരിയും പറഞ്ഞു. അപ്പോൾ ഈ 4 കൃതികളും തീർച്ചയായിട്ടും ഈ വർത്തമാനകാലത്തിൻ്റെ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ഈ സമൂഹത്തിൻ്റെ നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയായിട്ട്, ഒരു മിററായിട്ട് നമുക്ക് ഈ പുസ്തകങ്ങളെ അംഗീകരിക്കാൻ സാധ്യമാകും. തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം 3 വനിതകൾ, 4 പേരുണ്ട്, അദ്ദേഹമാണ് പ്രസാധക എന്ന് പറയുന്നത്. പക്ഷേ ഈ 3 വനിതകൾ നമ്മുടെ ഈ എഴുത്തിലേക്ക് വന്നു എന്ന് പറയുന്നത് വെറുതെ പറയാൻ കഴിയുന്ന അല്ലേ? മാഡം ഇവിടെ ഇരിപ്പുണ്ട്, മാഡം ഇതിൻ്റെയൊക്കെ സംഘാടകയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വനിതകളെ നമുക്ക് നമ്മുടെ എഴുത്ത് ശാഖയിലേക്ക് കൊണ്ടുവരുവാനുള്ള മനസ്കത കാട്ടിയതിന് തീർച്ചയായിട്ടും മിനി ഉദിപ്പിനോട് നമുക്കെല്ലാവർക്കും ഒരു ആഭിമുഖ്യമുണ്ട്. അദ്ദേഹത്തിനൊരു കയ്യടി നമുക്ക് കൊടുത്തൂടെ മിനി ഉദിപ്പ്? എന്തായാലും ബട്ടർ പബ്ലിക്കേഷൻസ് ഇങ്ങനെയൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമുക്ക് ഏതാണ്ട് 14 മിനിറ്റോളം സമയമാണ് ഇനിയുള്ളത്. എഴുത്തുകാർ അവരുടെ പുസ്തകത്തെക്കുറിച്ചും ഉള്ള ഏതാനും വാക്കുകൾ നമ്മോട് സംസാരിക്കുന്നതാണ്. ഓരോ എഴുത്തുകാരോടും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ആളുകൾക്കും സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞു നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് പ്രണയം ഒരു സാന്ത്വനം എന്ന നോവലിൻ്റെ എഴുത്തുകാരിയായ ശ്രീമതി ഗിരിജാദേവിയെ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഉദിത് ബുക്ക് പബ്ലിക്കേഷനും ബാറ്റർ പബ്ലിക്കേഷനും നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിയമസഭയോടും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ 3ാമത്തെ ബുക്കാണ്. ആദ്യത്തെ ബുക്ക് ഒരു ലതാനുകുഞ്ചം എന്ന കവിതാ സമാഹാരവും ഹീറോ പെൻ എന്ന കഥാസമാഹാരവും കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രണയം ഒരു സാന്ത്വനം ആണ് നോവലാണത്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ, ഇവിടെ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പ്രണയത്തിന് 2 ഭാവങ്ങളാണ്. ശരീരങ്ങൾക്ക് അതീതമായ ആത്മാവിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് പ്രണയമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ മനസ്സും, സ്നേഹത്തിൻ്റെ ഊഷ്മളതയൊക്കെ ഉള്ളപ്പോഴും കാൽവഴുതി പോകുന്ന ഒരു പുരുഷ മനസ്സും, ജീവിതം അവരെ വിപരീത ധ്രുവങ്ങളിലേക്ക് വേർപിരിക്കുമ്പോഴും കാലം മായ്ക്കാത്ത ആ പ്രണയം മാത്രം ഒരു നനുത്ത സാന്ത്വനമായി അവശേഷിക്കുന്നു. കൂടുതൽ ഒന്നും പറയാനില്ല. ഇനിയും ആൾക്കാർ സംസാരിക്കാനുള്ളതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കടലാസ് തോണിയും കൂട്ടുകാരും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഊർമി രാമനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പുസ്തകം മാറിയാണ് കിട്ടിയത്. ഊർമി രാമൻ്റെ കടലാസ് തോണിയും കൂട്ടുകാരും എന്നുള്ള പുസ്തകം ഞാൻ പ്രതിപാദിച്ചില്ലായിരുന്നു. എന്തായിരുന്നാലും അത് കുട്ടികളുടെ ഒരു ബാലസാഹിത്യവും അതുപോലെ തന്നെ കവിതകളും ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ മറിച്ചു നോക്കിയപ്പോൾ നല്ല താളബോധത്തിൽ എഴുതിയിട്ടുള്ളതാണ്. മലയാള കവിതയ്ക്കും അതുപോലെ തന്നെ കവിതകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒക്കെ തന്നെ ചൊല്ലി കേൾപ്പിക്കുവാനും അവർക്ക് സ്വയം ചൊല്ലി പരിശീലിക്കുവാനും ഒക്കെ താളബോധത്തോടെ എഴുതിയ മലയാള തനിമയുള്ള നമ്മളെ മലയാള ഭാഷയെ ആദരിക്കുന്ന തരത്തിലുള്ള ഒരു രചനയാണ് ഊർമി രാം കടലാസ് തോണിയും കൂട്ടുകാരും എന്ന് എഴുതിയിരിക്കുന്ന ഈ. ഓക്കെ. പ്രിയപ്പെട്ട പുസ്തകം പ്രസാദനം നടത്തിയ ശ്രീകണ്ഠൻ നായർ, പിന്നെ എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച മിനി ഉതുപ്പ്, എൻ്റെ കൂട്ടുകാരിയായ JR ജ്യോതിലക്ഷ്മി, ഇവർക്കൊക്കെ ആദ്യമേ നന്ദി അറിയിച്ചുകൊണ്ട്, അവരുടെ നിർബന്ധത്തിനാണ് സത്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം പ്രസാദനം ചെയ്യാൻ തയ്യാറായത്. എഴുതി വെക്കുക എന്നതല്ലാതെ പുസ്തകം പ്രസാദനം ചെയ്യുക എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജ്യോതിയുടെ ഒരു നിർബന്ധത്തിനാണ് ഞാനിങ്ങനെ ഒരു പുസ്തകം ചെയ്യാൻ തയ്യാറായത്. ഞാനൊരു അധ്യാപികയായിരുന്നു. 34 വർഷം ഞാൻ അധ്യാപന ജീവിതം അനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തു. ഈ 34 വർഷത്തിനിടയിൽ 11 വർഷക്കാലം പ്രൈമറിയിലും 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയും എല്ലാ വിഷയങ്ങളും എടുത്തു. അതിനുശേഷമുള്ള വർഷങ്ങൾ
ഞാൻ മലയാളം അധ്യാപികയായിട്ട് കവിതകൾ ചൊല്ലി കഥകൾ പറഞ്ഞ് കുട്ടികളുമായി ആസ്വദിച്ചുകൊണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതാണ്. പിന്നീട് വന്ന എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ ഞാൻ റിട്ടയർ ചെയ്ത അതേ വർഷം തന്നെ എനിക്കൊരു കൊച്ചുമകൾ ഉണ്ടായി. ഞാനൊരു അച്ചമ്മയായി. അവൾക്ക് ഞാൻ ചൊല്ലിക്കൊടുത്ത കഥകളും പാട്ടുകളും ഒക്കെ തന്നെ ഞാൻ ഒരു കവിതാരൂപത്തിൽ പാട്ടിൻ്റെ രൂപത്തിലായിരുന്നു ഞാൻ അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറ്. ചുറ്റും കാണുന്ന എല്ലാ ജീവികളെക്കുറിച്ചും ഞാൻ അവളെ പരിചയപ്പെടുത്തുമായിരുന്നു. അതൊക്കെ ഞാൻ എഴുതി വെക്കും. ആ എഴുതി വെച്ച എൻ്റെ കവിതകളാണ് ഞാനിവിടെ കടലാസ് തോണിയും കൂട്ടുകാരും എന്ന പുസ്തകത്തിലൂടെ പ്രസാദനം ചെയ്തിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഏറ്റുവാങ്ങും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് പാടാനുള്ള ഈണത്തിലും അവരുടെ കൗതുകങ്ങളും അവരുടെ സംശയങ്ങളും, ഓരോ ജീവിയെയും കണ്ടാൽ, പൂമ്പാറ്റയെ കണ്ടാൽ, പുഴുവിനെ കണ്ടാൽ അറപ്പ് തോന്നുന്ന കുട്ടി പൂമ്പാറ്റയാകുമ്പോൾ അത് ഓടിച്ചെന്ന് അതിനെ സ്നേഹത്തോടെ പിടിക്കാൻ നോക്കുന്ന കുട്ടി, കുഴിയാനത്തുമ്പി, അതിൻ്റെയൊക്കെ ജീവചരിത്രങ്ങൾ കൂടെ എൻ്റെ പാട്ടിലൂടെ, ജീവിതചക്രങ്ങൾ കൂടെ പാട്ടിലൂടെ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മിനിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആത്മായനത്തിൻ്റെ താളുകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള JR ജ്യോതിലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും തുടങ്ങട്ടെ. മിനിക്കാണ് ഞാൻ നന്ദി പറയുന്നത്, ഒപ്പം ഊർമിളേച്ചിക്കും. മിനി എനിക്കിത് ചെയ്തു തരാൻ സന്നദ്ധയായതും ഇതിലെന്നെ ഒരു ഭാഗമാക്കിയതും ഊർമിളേച്ചിയുടെ ഒരു ധൈര്യവും. കാരണം ഞങ്ങളങ്ങ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൊയിലാണ്ടിയാണ്, അവിടെ നിന്ന് ഇവിടം വരെ വരിക എന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് ഊർമിളേച്ചി ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞത്. പിന്നെ എൻ്റെ കവിത അതിൽ വരികളിൽ ഒരുപക്ഷെ എൻ്റെ ആത്മാംശമുണ്ടെങ്കിലും അത് ഞാനല്ല, നിങ്ങളാണ്, എനിക്ക് ചുറ്റുമുള്ള നിങ്ങൾ ഓരോരുത്തരും. അത് എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ്. ആദ്യത്തേത് ബാലസാഹിത്യമായിരുന്നു, രണ്ടാമത്തതും മൂന്നാമത്തതും കവിതാ സമാഹാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് സ്നേഹം. ശ്രുതിഗീതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരിയെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവരൊക്കെ പറഞ്ഞ കാര്യത്തിന് നന്ദി പറയേണ്ടത് മിനിയോടാണ്. കാരണം എൻ്റെ തൊട്ട അടുത്തുള്ള വീടാണ്. വേദിയിലുള്ള സദസ്സിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഒരു ഭക്തിഗാനം പോലെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. കാരണം മറ്റു കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് കൊള്ളിക്കണ്ട ഈ നൽകണം. എന്നെ സംബന്ധം എനിക്ക് വിധിയില്ല. വിധിയുണ്ടെങ്കിൽ നടന്ന ഈ വേറിട്ട് കരുതണമെന്ന് എന്നാൽ വിധിയില്ല. അതാണ് എൻ്റെ മറ്റൊരു വസ്തുത. വിശദാംശങ്ങളെ കുറച്ച് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, മിനി കൊടുത്തിട്ടുണ്ട്. അക്ഷരം വിപ്ലവസേന മാതൃകസേന സേവനം നമ്മൾ പഠിച്ചുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് ഭൗതികപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടെ ഈ ശ്രുതിഗീതങ്ങൾ കൊടുത്ത് ഈ നിയമസഭാ മന്ദിരത്തിൽ എത്തിയാൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വേദിയും ഇങ്ങനെ സദസ്സും ഉണ്ടാകും എന്നുള്ളത്. കാരണം ഇത്തരം പരിപാടികൾ നിയമസഭ ഒരുക്കുക എന്ന് പറയുമ്പോൾ പേപ്പറിൽ കണ്ടിരുന്നു പ്രായമുള്ളവർക്കും പങ്കെടുക്കാം എന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് മിനി വന്ന് പറഞ്ഞു. ഞാൻ ഈ എഴുതിയത് അവരോട് കൂട്ടിയിടുന്നത് വന്നു. ഒട്ടനവധി കഷ്ടപ്പെട്ട ഈ മിനി എൻ്റെ ഞാൻ പോയെന്ന് ഒരിക്കലൊരു മിനി എൻ സോദരിയെ എന്ന് പറഞ്ഞൊരു പാട്ടിന് എഴുതിയിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടില്ല, പാട്ടിന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരം എനിക്ക് തന്ന എൻ്റെ ഈ മണികണ്ഠ സാറിൻ്റെ മുമ്പിലൊക്കെ ഇത് ഏറ്റുവാങ്ങുക, അല്ല അവർ പ്രകാശനം ചെയ്യുക, ജനപ്രതിയായി MLA ഒക്കെ പ്രകാശനം ചെയ്യുക, ലാസ്റ്റ് ഒരു ഭയങ്കരമായ ഒരു അനുഭൂതിയല്ല. എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാണ്ട് അതിൻ്റെ അവസരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവർക്കും ഈ നിയമസഭയുടെ പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഭൗതിക ഈ വാക്കുകൾ നമ്മളെ മക്കളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഉദിപ്സ് ബുക്സും ബാർട്ടർ പബ്ലിഷിംഗും ചേർന്ന് പ്രസിദ്ധീകരിച്ച 4 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടന്നത്. പുസ്തകവുമായി ബന്ധപ്പെട്ട പുസ്തകം നൽകിയവരും സ്വീകരിച്ചവരും ഒക്കെയുള്ള അവരുടെ സംഭാഷണങ്ങളും അതുപോലെ
പുസ്തക രചയിതാക്കളുടെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ ഒരു ചടങ്ങിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ട് പ്രസാദിയായിട്ടുള്ള ഡോക്ടർ മിനി ഉതുപ്പിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. IB സതീഷ് ഉദ്ഘാടനം ചെയ്തതും പ്രകാശിതമായ കൃതി ഗിരിജാദേവിയുടെ പ്രേമൊരു സാന്ത്വനം ആണ്. അതും നമ്മുടെ ജയാർ ജ്യോതി ലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നത് ജയാർ ജ്യോതി ലക്ഷ്മി ഇവിടെ ആത്മായനത്തിന് താളുകൾ, ഉർമിരാമൻ്റെ കള്ളാസോണിയും കൂട്ടുകാരും, മോഹനൻ രാഘവൻ പൊട്ടഞ്ചേരിയുടെ ശ്രുതിഗീതങ്ങൾ എല്ലാം പ്രകാശിതയിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. കാരണം പണ്ട് എനിക്കൊരു കവിതയൊക്കെ എഴുതുമ്പോൾ അതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രകാശനം ചെയ്യാൻ ഞാൻ എടുത്ത കഷ്ടപ്പാട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ ഒരിക്കലും അങ്ങനെ ആവരുത്, അവർക്ക് എങ്ങനെയെങ്കിലും ഒരു അവരുടെ ബുക്കൊക്കെ വെളിച്ചം കാണണം, അവരൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിന് സൗകര്യമൊരുക്കി തന്ന നമ്മുടെ നിയമസഭയ്ക്കും 4 വർഷമായി നടത്തുന്നു നിയമസഭ, എല്ലാത്തിനും വാട്ടർ പ്രസിദ്ധീകരണത്തിനും എൻ്റെ ഉദുപ്സ് എന്നുള്ള സാധക സംഘത്തിനും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർക്കും നമ്മളെല്ലാവരെയും കൂടിച്ചേർത്ത് ഈ സംഗതി ഈ 30 മിനിറ്റ് നമുക്ക് തന്ന ആളുകൾക്കും ഈ ഇതിന് സാക്ഷികളായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.